ഇന്നെന്തായാലും കൊള്ളാം. ഗുഡ് മോർണിംഗ് എവരിബഡി. ജാക്സ് ഫാമിലിക്ക് സ്വാഗതം. നിങ്ങളെ കണ്ടതിൽ സന്തോഷം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. നിങ്ങൾ എല്ലാവരും ഈ വഴി പൊക്കോളൂ. ടിക്കറ്റ് ബൂത്ത് അവിടെയുണ്ട്. ക്യൂ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഷോ എൻജോയ് ചെയ്തോ. അകത്ത് ഒരുപാട് കടകളുണ്ട്. എല്ലാം എക്സ്പ്ലോർ ചെയ്തോ. ട്യൂസ്ഡേ ആയതുകൊണ്ട് 10% ഡിസ്കൗണ്ടും ഉണ്ട്. സ്വപ്നത്തിൽ പോലും നീ വിചാരിക്കുന്ന നടക്കില്ല ജാക്ക്. നിനക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. മുതലകളെ കാണുന്നതിനേക്കാളും പുറത്ത് ചുറ്റി നടക്കാൻ ആളുകൾക്ക് ഇഷ്ടം. ശബ്ദം കിട്ടെ. ആരും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു പ്രശ്നവുമില്ല. അവിടെ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയാണ്. കോൺസൺ നിനക്ക് പണി തരാനായിരിക്കും നോക്കുന്നത്. എപ്പോഴും പറയുന്ന കേക്ക് ജാക്ക്. വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്. അതിന് ഞാൻ ചാവണം. വേണ്ട. ദേ അവിടെ നോക്കി. ആ പിങ്ക് കളർ ഡ്രസ് ഇട്ട പെണ്ണിനെ കണ്ടോ? അവൾക്ക് എന്തോ ഒരു പന്തികേടില്ലേ? എന്താടാ, ഞാൻ ഇവളൊന്ന് ട്യൂൺ ചെയ്യട്ടെ. അവർക്ക് നിന്നെക്കാളും പ്രായമുണ്ട്. അവളെന്താ വല്ല ബ്യൂറോയിൽ നിന്നാണോ? അതറിയില്ല, പക്ഷെ അവളുടെ മേലൊരു കണ്ണ് വേണം. നിക്ക് 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 നിക്ക്. നിക്ക്. അതിങ്ങത്താ, ഞാൻ കൊണ്ടുവരാം. നീ ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇതൊക്കെ തീയോ ചെയ്യേണ്ട കാര്യമല്ലേ? അവന് കോളേജ് ക്രെഡിറ്റ്സും കിട്ടുമായിരുന്നല്ലോ. അവന് ചിലപ്പോൾ അതിനുള്ള ക്രെഡിറ്റ് ഒക്കെ കിട്ടുമായിരിക്കും കോളേജിൽ നിന്ന്. അവനോട് നന്നായിട്ട് പഠിക്കാൻ പറ. അത് മാത്രം മതി. അപ്പോഴേക്കും വേറൊരു പെണ്ണിനെ കണ്ട് മയങ്ങിയല്ലേ ജാക്ക്? അതിശയകരമായിരിക്കുന്നു. 3 ബോളും കൂടെ ഇടാനുണ്ട് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അടുത്തത് ആരാണ് വരാൻ പോകുന്നത്? ന്യൂയോർക്കാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. ന്യൂയോർക്ക് മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ. ഓ, കലക്കി കളഞ്ഞല്ലോ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേ. ദേ ന്യൂയോർക്ക് വന്നു കഴിഞ്ഞു. ഓ, ഇനി ഒരു ബോളും കൂടി ഇടാൻ ബാക്കിയുള്ളൂ. കമോൺ ന്യൂയോർക്ക്. അവളെ വിഷമിപ്പിക്കരുത്. നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കെല്ലാരും. അവളെ പിന്നിലാക്കി ഇപ്പോൾ എല്ലാം വിജയിച്ചിരിക്കുന്നു. നന്നായിട്ട് കളിച്ചു. രണ്ടുപേരും നന്നായിട്ട് കളിച്ചു. അടിപൊളിയായിരുന്നു. എല്ലേക്ക് നല്ലൊരു കൈയ്യടി കൊടുത്ത എല്ലാരും. കമോൺ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, ഇന്നിവിടെ ആരെങ്കിലും സോക്കർ പ്ലെയർ വന്നിട്ടുണ്ടോ? സോക്കർ പ്ലേയേഴ്സിന്റെ ഒരു ടീം തന്നെ വന്നിട്ടുണ്ടല്ലോ. ശരി, ഗോൾ കീപ്പർ ആരെങ്കിലും വന്നിട്ടുണ്ടോ? നീയോ? ഞാൻ. ഓക്കെ, വേഗം താഴെ ഇറങ്ങി വാ. ഓൾ റൈറ്റ്. നിന്റെ പേരെന്താ മോനെ? എൻ്റെ ഒരു ജോൺ എന്നാണ്. ഓക്കെ ജോൺ, നീ വന്നതിൽ സന്തോഷം. ഒരു കാര്യം ഓർത്തു വെച്ചോ, ഞങ്ങളുടെ ടീമിലുള്ളവരെല്ലാം നല്ല കഴിവുള്ളവരാണ്. എന്നെ കൊണ്ട് അത് തടുക്കാൻ പറ്റും. തീർച്ചയായും. അങ്ങനെയാണെങ്കിൽ വാ, ഇറങ്ങാൻ നോക്ക്. നമുക്കൊന്ന് പയറ്റി നോക്കാം. വാ, എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഓ, വന്ന ഉടനെ തന്നെ ഗോള് പോയല്ലോ. ഓ, അതാ അവള് വരുന്നുണ്ട്. അവരത് പിടിച്ചു. അതാ അവള് വീണ്ടും നടന്നു വരുന്നുണ്ട്. അയ്യോ, ഗോള് പോയി. ദേ പിന്നെയും പോയി. സാരമില്ല, പോട്ടെ. ആവേശകരമായ കളിയാണ് നടക്കുന്നത്. അത് ഗോള് പോയി. ഇനി അവസാനത്തത്. മതി 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 മതി. നീ നല്ലോണം കളിച്ചു മോനെ. അടിച്ച 3 ഗോള് പിടിച്ചു. എന്തു പറയുന്നു, ഇവൻ നല്ലോണം കളിച്ചില്ലേ? ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ബോയ്സ് ആൻഡ് ഗേൾസ്, ഇവനാണ് മനുഷ്യ മാംസം തിന്നുന്നതിൽ ഒന്നാമൻ. ഇവന്റെ ഒരു കടിമതി നമുക്ക് നമ്മുടെ ജീവൻ പോവാൻ. ഇപ്പോൾ മുതലകളുമായി ഏറ്റുമുട്ടുന്ന വീരന്മാരെ നമ്മൾ കാണാൻ പോകുന്നു. തന്റെ ജീവൻ പണയം വെച്ചാണ് ഇദ്ദേഹം ഇത് ചെയ്യാൻ പോകുന്നത്. ഈ മുതലയുടെ അടുത്ത് വന്ന് മരണക്കളിയാണ് കളിക്കാൻ പോകുന്നത്. നോക്ക്, സൂക്ഷിച്ചു വേണം. ഇത് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങളൊക്കെ ഒന്ന് നിശബ്ദരായിരിക്കണം. ഇതിന് കോൺസെൻട്രേഷൻ വളരെ ആവശ്യമാണ്. ചെറിയൊരു അശ്രദ്ധ കാരണം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ആജി, ഇത് ചെയ്യാൻ തയ്യാറല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇതൊരു ജീവൻ മരണ പോരാട്ടമാണ്.
ഓ, എങ്ങനെയുണ്ടായിരുന്നത്? ഒരു ചെറിയ ഗ്യാപ്പിലൂടെ അദ്ദേഹം രക്ഷപ്പെട്ടത്. എന്നാൽ നിങ്ങൾ പേടിക്കണ്ട, അദ്ദേഹത്തിന് നല്ല സ്കില്ലുണ്ട്. അടുത്ത പ്രാവശ്യം അദ്ദേഹം ശ്രദ്ധിച്ചായിരിക്കും ചെയ്യാൻ പോകുന്നത്. ആജിയുടെ സഹോദരനാണ് ഇദ്ദേഹം. അയാൾ മുതലയുടെ വായിലൂടെ തല കടത്താൻ പോവുകയാണ്. ഇത് ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്, അത് ആപത്താണ്. അടിപൊളി. ഇദ്ദേഹം വളരെ കഴിവുള്ളവനും ധൈര്യശാലിയാണ്. നീ എന്താണ് നിന്റെ തലവെക്കാത്ത? ഇടാലോ, ഇതെന്റെ തലയാണെന്ന് വിചാരിച്ചോ? ഓ, ഒന്നും പറ്റിയില്ല. ഒരു പോറിന് പോലും എന്റെ കൈക്ക് സംഭവിച്ചില്ല. താങ്ക് യു വെരി മച്ച് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ഇന്ന് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ബാക്കി ഷോകളൊക്കെ എൻജോയ് ചെയ്തോ, കടകളൊക്കെ എക്സ്പ്ലോർ ചെയ്തോ. ഏയ്, അവൾ എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? നിന്നെ കാത്തേക്കണെന്ന് പറഞ്ഞു. അങ്ങനെ പറ. അത്രക്ക് വേണ്ട. അവള് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമൽ വെൽഫെയറിലെ എൽവിൻ നാമം ആരോ കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇൻസ്പെക്ഷൻ വന്ന. ഇത് കോങ്സോങ്ങിന്റെ കളിയാണെന്നാ തോന്നുന്നത്. അതെ, അവന്റെ കളി തന്നെയാണെന്നാ തോന്നുന്നത്. അവൻ വിചാരിക്കുന്ന ഒന്നും നടക്കാൻ പോകുന്നില്ല. അവന്റെ ബാഗിൽ പാമ്പിനിട്ടല്ല. വേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമസ്കാരം മാഡം. ഇന്ന് ഈ പാർക്കിൽ ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങളാണ് ഈ പാർക്കിൽ വന്ന 50ാമത്തെ കസ്റ്റമർ. അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൈസ് ഉണ്ട്. എന്ത് പ്രൈസാ? 2 പേർക്ക് ബീച്ച് റെസ്റ്റോറന്റിൽ ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. നിങ്ങൾ തനിച്ചായതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. എനിക്ക് കൈക്കൂലി തരാൻ ശ്രമിക്കണോ? ഇല്ല, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഞാനിതൊക്കെ പറയുന്നത്. എന്നെ പറ്റി ഓർത്ത് ബോധേടാവണ്ട. ഇവിടുത്തെ മൃഗങ്ങൾക്ക് ആദ്യം നല്ല ഭക്ഷണം കൊടുക്ക്. അതിന് ആരോഗ്യമുള്ള ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ മുതലകൾ മറ്റുള്ളവയേക്കാൾ ശൗര്യമുള്ളതായിരിക്കുന്നത്. ശരിക്കും ശാസ്ത്രീയമായി തെളിയിച്ചതാ. ശാസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞ കാരണം ഞാനൊരു കാര്യം കാണിക്കട്ടെ. തീർച്ചയായും. ഇതിലെ ബ്രൗൺ കളർ സീഡ് കണ്ടോ? കർക്കൂലിയോണിഡേ വീവിൽസ്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ആരോഗ്യമുള്ള ഭക്ഷണം മിസ്റ്റർ ജാക്ക്? ടെക്നിക്കലി അതിനകത്ത് പ്രോട്ടീൻ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓ ശരി. പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിലെ ഒരു പ്രശ്നമുണ്ട്, കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ പ്രശ്നമുണ്ട്. ആ വെള്ളമാണ് ഞാനും കുടിക്കുന്നത്. നിങ്ങളുടെ ഫുഡ്സ് ഒന്നും ഫ്രഷ് അല്ല, കാരണം നിങ്ങളുടെ ഫ്രിഡ്ജിന് അത്ര ഓക്കെ, തണുപ്പില്ല. ഒരു മിനിറ്റ് നിൽക്ക്. ആദ്യം ഒരു കാര്യം മനസ്സിലാക്ക്. ഇവിടെ റെഫ്രിജറേറ്റർ ശരിയായി വർക്ക് ചെയ്യാത്തതിന് കാരണം ഇവിടെ ആരോ കറണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളത് ആരാണെന്നൊന്ന് കണ്ടുപിടിച്ചാൽ നന്നായിരിക്കും. ഇലക്ട്രിസിറ്റി എന്റെ വകുപ്പല്ല മിസ്റ്റർ ജാക്ക്. ആണോ? പക്ഷെ അത് ആരാണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാം. ഇപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത് മിസ്റ്റർ ജാക്ക്? ഞാൻ ഗവൺമെന്റിന് വേണ്ടി ജോലി ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ പറയണ്ട. എന്റെ ജോലി എനിക്കറിയാം. ആ ലിസ്റ്റിൽ ആദ്യം എന്റെ പേരായിരിക്കുമല്ലേ, അല്ലേ? ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല മിസ്റ്റർ ജാക്ക്. 24 മണിക്കൂറിനകം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യാൻ നോക്ക്. നാളെ ഞാൻ രാവിലെ ഇൻസ്പെക്ഷന് വരും. അപ്പൊ കാണാം. അപ്പോ ഡിന്നറിന്റെ കാര്യോ? ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളാം. എന്താ വല്ലതും നടക്കോ? അവള് കോൺസോങ്ങിന് വേണ്ടി പണിയെടുക്കുക. പിന്നെ എങ്ങനെ നടക്കാനാ? നിന്റെ കയ്യിലെ ക്യാമറ ഇല്ലേ? ആ, എൻ്റെ കയ്യിലുണ്ട്. ഉപയോഗിക്കാൻ സമയമായി. ഞാൻ വെള്ളത്തിനടിയിലൊരു ക്രോക്കഡൈലിനെ കണ്ടു. നല്ല രസമുണ്ട്. ആ, അത് കൊള്ളാലോ. ഒരു ക്രോക്കഡൈൽ എന്നെ കാണാൻ വന്നു. നല്ല രസമുണ്ടായിരുന്നു. ഈനോ എത്ര ദിവസം എടുക്കും? 3 ഒരു ദിവസം കൂടെ തരും. അതിനുള്ളിൽ തീർത്തില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഈ പ്രൊജക്റ്റിൽ നിന്ന് പുറത്തായി കൂട്ടിക്കോ. ഏയ്, ഇനി പിടിക്കരുത്.
സിറ്റുവേഷൻ ആ ജാക്കിന്റെ വളരെ കാര്യം എന്തായെന്ന് മോശമാണ്. ഇത് നടക്കുന്നു ഞാൻ പിന്നെ വരാം. വീണ്ടും ഒരു കാശ് കൊണ്ടുവന്ന് അവന്റെ പെങ്ങള് നമുക്ക് വലിയ പ്രശ്നമായിരിക്കുക. കഴിഞ്ഞ ആഴ്ച എന്നെ തീർത്തേക്കാൻ ഞാൻ പറഞ്ഞതാ. ഒരാളെ കൊല്ലുന്നത് അത്ര ചെറിയ കാര്യമാണെന്നാണോ വിചാരിച്ചത്? അതിനൊരു പ്രോസസ് ഉണ്ട്. 2 ആഴ്ച കൊണ്ട് തീർത്തു തരാമെന്ന് ഞാൻ ക്ലയന്റിനോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വേഗം എങ്ങനെയെങ്കിലും പറഞ്ഞുവിടാൻ നോക്ക്. പിന്നെ ഗവർണറുടെ കോൾ നിങ്ങൾ ഉണ്ടായിരുന്നു. 8 മണിക്ക് കാണാന്നാ പറഞ്ഞിരിക്കുന്നത്. എന്നാ ചാങ്ങിനോട് പറഞ്ഞേക്ക്. ആ ജാക്ക് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ടാ നമുക്ക് ഇലക്ഷന് നിൽക്കാൻ പറ്റാത്തത്. ആകെ മടുത്തു. അവന് കസ്റ്റമേഴ്സ് കൂടുമ്പോ സ്പോൺസേഴ്സും കൂടുന്നു എന്നാ എല്ലാവരും പറയുന്നത്. ഫാൻ അവനോട് ടാക്സിനെ പറ്റി ചോദിച്ചിരുന്നു. അനിമൽ വെൽഫെയർ അങ്ങോട്ട് പോകാനായി പണം കൊടുത്തുവെന്ന്. അനിമൽ വെൽഫെയറോ? അവരെന്തിനാ ഇതിനകത്ത് തലയിടുന്നത്? അവർക്ക് വേണമെങ്കിൽ അവനെ ഒതുക്കാം.